1,00,000-ലേറെ വോട്ടുകൾക്ക് വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വടകരയിൽ ലീഡ് ചെയ്യുമ്പോൾ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്ക് ഉള്ളുലയ്ക്കുന്ന ഒരു ഫേസ്ബുക്ക് സന്ദേശവുമായി KK രമ. വരും തിരഞ്ഞെടുപ്പുകളിൽ മതമല്ല മനുഷ്യനാണ് ഇവിടെ പ്രവർത്തിക്കുക എന്ന പ്രതീക്ഷയോടെ ചിരിമായാതെ മടങ്ങൂ ടീച്ചറെ എന്നാണ് രമ കുറിച്ചത്. 51 വെട്ടുവെട്ടിക്കൊന്ന തന്റെ ജീവിത സഖാവിന്റെ മുഖം ഓർത്തെടുത്തുകൊണ്ടും ഇത്തവണ മത്സര രംഗത്തുണ്ടായ നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഓരോന്നും ചേർത്തു വെച്ചുകൊണ്ടുമാണ് രമയുടെ ഈ ഫേസ്ബുക്ക് കുറിപ്പ്. അതിങ്ങനെയാണ്: ചിരിമായാതെ മടങ്ങൂ ടീച്ചറെ. മിണ്ടാനും ചിരിക്കാനും തൊടാനും ഉമ്മ വെക്കാനുമൊക്കെ ചിരിമായാത്ത മുഖം ബാക്കി വെക്കണം മനുഷ്യനെന്ന് അപാരമായി ആഗ്രഹിക്കുന്നവരുടെ നാടാണിത്. ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ അങ്ങനെയേ മടങ്ങാവൂ. മരിച്ച മനുഷ്യരെയും തോറ്റ മനുഷ്യരെയും ചേർത്തു പിടിച്ച നാടാണിത്. മുറിഞ്ഞു തൂങ്ങിയതെല്ലാം ഉള്ളു പിടഞ്ഞുകൊണ്ട് തുന്നിച്ചേർത്ത നാടാണിത്. ഇന്നാട്ടിലെ നല്ല മനുഷ്യർക്ക് ആരെയും കളിയാക്കി വിടാനാവില്ല. ചേർത്ത് പിടിച്ച് യാത്രയാക്കുകയാണ്. രാഷ്ട്രീയം പറഞ്ഞ് നമുക്ക് മത്സരിക്കാവുന്ന വടകര ബാക്കിയുണ്ട് എന്ന പ്രതീക്ഷയോടെ മടങ്ങാൻ കഴിയുന്നതല്ലേ ഭാഗ്യം. വരും തിരഞ്ഞെടുപ്പുകളിൽ മതമല്ല മനുഷ്യനാണ് ഇവിടെ പ്രവർത്തിക്കുക എന്ന പ്രതീക്ഷയോടെ ഇങ്ങോട്ടേക്ക് വരാൻ ഇന്നാട് ബാക്കിയുണ്ട്. സ്വന്തം KK രമ. ഇങ്ങനെയാണ് ഫേസ്ബുക്കിൽ രമ കുറിച്ചിട്ടത്. CPM കേന്ദ്രങ്ങൾ KK ശൈലജയുടെ ജയം ഉറപ്പിച്ചിരുന്ന വടകരയിൽ വോട്ടെണ്ണൽ ആരംഭിച്ച് തുടക്കം മുതൽ തന്നെ ഷാഫി പറമ്പിൽ മേൽക്കൈ നേടിയിരുന്നു. ഏറ്റവും ഒടുവിൽ ഷാഫിയുടെ ഭൂരിപക്ഷം 1,00,000 കവിഞ്ഞിരിക്കുകയാണ്. വടകരയിൽ ഷാഫി പറമ്പിൽ 85,000 വോട്ട് മുതൽ 1,14,000 വോട്ട് വരെ നേടുമെന്നായിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രവചന താരമായ CP റാഷിദ് നേരത്തെ തന്നെ പ്രവചിച്ചിരുന്നത്. മറ്റാരും ഇത്രയും വലിയ ഭൂരിപക്ഷത്തോടെ ഷാഫി വിജയം നേടുമെന്ന് പ്രവചിച്ചിരുന്നില്ല. CP റാഷിദ് കുറച്ചു മുമ്പ് ഫേസ്ബുക്കിൽ ഈ പഴയ പ്രവചനം റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്രകാരം കുറിക്കുന്നു: വടകരയുടെ നിയുക്ത യുവ MP-ക്ക് അഭിനന്ദനങ്ങൾ. ശൈലജ ടീച്ചർക്ക് പാർട്ടി വോട്ടിനപ്പുറം സമാഹരിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ടായിരുന്നില്ല. ടീച്ചറമ്മ എന്ന വിളി പോലും പാർട്ടി സർക്കിളിന് അപ്പുറം വലിയ രീതിയിൽ ഏശിയില്ല. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ മട്ടന്നൂരിലെ വലിയ വിജയത്തിന് ശേഷം ടീച്ചറുടെ പൊളിറ്റിക്കൽ ഗ്രാഫിൽ നല്ല വേരിയേഷൻ ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.